ഗാന്ധി ഇന്ത്യയിലെത്തുന്നതുവരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നത് പല ധാരകൾ ചേർന്ന് കിടക്കുന്ന ഒന്നായിരുന്നു. അതായത് ഫ്രീഡം മൂവ്മെന്റിനെ ട്രിഗർ ചെയ്തിരുന്ന കാരണങ്ങൾ പലർക്കും പലതായിരുന്നു. വി.ഡി. സവർക്കറിലേക്ക് വന്നു കഴിഞ്ഞാൽ ചപ്പേക്കർ സഹോദരന്മാരുടെ വധശിക്ഷയാണ് അദ്ദേഹത്തെ ഫ്രീഡം മൂവ്മെന്റിലേക്ക് എത്തിക്കുന്നത്. പൂനെയിൽ പ്ലേഗ് പടർന്നു പിടിക്കുന്ന കാലത്ത് അതിന് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ഭരണകൂടം പലവിധ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. രോഗികളുമായി സമ്പർക്കത്തിലായവരെയോ അല്ലെങ്കിൽ രോഗികളെ തന്നെയോ ക്വാറന്റൈനിൽ പ്രവേശിക്കുക, അവരിടപഴകിയുന്ന വീടുകൾ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ, കിടക്കകൾ ഇതെല്ലാം കത്തിച്ചുകളെ, വീടുകൾ തന്നെ കത്തിച്ചുകളയുന്ന സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ ചിത്പാവൻ ബ്രാഹ്മൺസിന്റെ വീടുകളും ഇങ്ങനെ സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അവർ വിശുദ്ധമായിട്ട് കരുതിയിരുന്ന അവരുടെ പൂജാമുറികൾ, അടുക്കളയിലൊന്നും ഇവരാരും കയറ്റാറില്ല. അവിടെയെല്ലാം പോലീസുകാർ കയറി ഇറങ്ങുന്നുണ്ട്. മതനിന്ദയായിട്ട് അന്ന് പലരും കണ്ടിട്ടുണ്ട്. ബാലഗംഗാധര തിലകനൊക്കെ കേസരിയിൽ ഇതിനെക്കുറിച്ച് എഴുതുന്നുണ്ട്. അതൊരു മതനിന്ദയാണെന്നുള്ള രീതിയിൽ എഴുതുന്നുണ്ട്. ശരിയാണ്, ബ്രിട്ടീഷ് സർക്കാർ എന്തായാലും ഇതിനകത്ത് ബലപ്രയോഗം നടത്തിയിട്ടുണ്ടാവും, അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടാവും, എല്ലാം ശരിയാണ്. 2020 കോവിഡ് സമയത്ത് എങ്ങനെയാണ് സർക്കാർ ഇതിനൊരു മെഡിക്കൽ എമർജൻസി ആയിട്ട് കണ്ടത് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അന്ന് പ്ലേഗ് നിർമ്മാർജ്ജനത്തിന്റെ മുൻപിലുണ്ടായിരുന്ന റാൻഡെ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊന്നതിന്റെ പേരിലാണ് ചപ്പേക്കർ സഹോദരങ്ങളെ തൂക്കിലേറ്റുന്നത്. ഇതാണ് സവർക്കറെ രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. തന്റെ സഹോദരൻ ജി.ഡി. സവർക്കറുമായി ചേർന്നിട്ട് അദ്ദേഹം മിത്രമേള എന്നൊരു വിപ്ലവ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ആ കാലങ്ങളിൽ പഞ്ചാബിലും ബംഗാളിലും അടക്കം നിരവധി വിപ്ലവ ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നുണ്ട്. ഇതിന്റെ എല്ലാം ബേസ് കിടക്കുന്നത് വന്ദേമാതരത്തിലായിരുന്നു. മിത്രമേള എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും തന്റെ സഹപാഠികളെ അടക്കം അതിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സവർക്കർ. ശ്രദ്ധിക്കേണ്ട കാര്യം, സവർക്കറുടെ സഹപാഠികൾ എന്ന് പറയുന്നത് ഏറെക്കുറെ ചിത്പാവൻ ബ്രാഹ്മൺസ് വിദ്യാർത്ഥികൾ തന്നെ ആയിരിക്കും. 4 വർഷത്തിന് ശേഷം മിത്രമേള എന്ന സംഘടന അഭിനവ് ഭാരത് എന്ന പേരിലേക്ക് മാറ്റുന്നുണ്ട്. അഭിനവ് ഭാരതിന്റെ നേതൃത്വത്തിൽ വിദേശ വസ്ത്രങ്ങൾ കത്തിച്ചുകൊണ്ടാണ് സവർക്കർ ആദ്യമായിട്ടൊരു പൊതുസമര രംഗത്തേക്ക് വരുന്നത്. ഈ സമര രീതിയോട് പക്ഷേ കോൺഗ്രസിന് വിയോജിപ്പുണ്ടായിരുന്നു. കോൺഗ്രസിൽ തന്നെ 2 വിഭാഗം മനുഷ്യരുണ്ടായിരുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെ പോലുള്ള മിതവാദികളും ബാലഗംഗാധരനെ പോലെയുള്ള തീവ്ര ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു. ഗോഖലെക്കും തിലകനുമുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമാവുന്നത് ഈ ഒരു സംഭവത്തോടു കൂടിയാണ്. പക്ഷെ അതേസമയം സവർക്കർ തന്റെ ഗുരുവായിട്ട് തിലകനെ കാണുന്നുമുണ്ട്. ബിരുദ പഠനത്തിന് ശേഷം സവർക്കർ തുടർ പഠനത്തിന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിലേക്കാണ് പോകുന്നത്. അതിനുവേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നത്, അതായത് സ്കോളർഷിപ്പ് പോലെയുള്ള സംഗതികളൊക്കെ റെഡിയാക്കി കൊടുക്കുന്നത് തിലകാണ്. ലണ്ടനിൽ വെച്ച് റഷ്യക്കാരനായിട്ടുള്ള ഒരാളിൽ നിന്നും ബോംബ് ഉണ്ടാക്കുന്നതിൻ്റെ ഫോർമുല പഠിച്ചെടുത്ത സവർക്കർ അത് നാട്ടിലുള്ള തൻ്റെ അഭിനവ് ഭാരതിലെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഫോർമുല വെച്ച് ബംഗാളിൽ ഒരു ബോംബാക്രമണം നടക്കുന്നുണ്ട്. ഈ ബോംബാക്രമണത്തിൻ്റെ പിന്നിൽ ചെല്ലുന്ന പോലീസ് അവസാനം അത് എത്തി നിൽക്കുന്നത് സവർക്കർ സഹോദരനിലാണ്. അങ്ങനെ ജി.ഡി. സവർക്കർ അറസ്റ്റിലാവുകയും ആന്തമാനിലേക്ക് നാട് കടത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ സഹോദരനെ നാട് കടത്തിയിൽ സവർക്കർ വളരെയധികം പ്രൊവോക്കഡ് ആവുന്നുണ്ട്. അതിന് കാരണമായ ജില്ലാ കളക്ടർ ജാക്സനെ വധിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു 20 തോക്ക് ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ട്. ഈ തോക്ക് കൊണ്ടാണ് അഭിനവ് ഭാരതിലെ സുഹൃത്തുക്കൾ തന്നെയാണ് ജാക്സനെയും കൊന്നുകളയുന്നത്.